ഗർഭസമയത്ത് ശരീരത്തിൽ നീരുണ്ടാവുന്നത് ഒരുപാട് പേർക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇത് അത്ര പേടിക്കേണ്ട ഒരു കാര്യമല്ല. ഇതിനെപ്പറ്റി ഉള്ള കാരണങ്ങളും പ്രതിവിധികളും ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ശോഭന മോഹൻദാസ്. ഞാൻ തൃശ്ശൂർ സൺ മെഡിക്കൽ ആൻഡ് റിസർച്ച് സെൻറ്ററിൽ ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജനായിട്ട് വർക്ക് ചെയ്യുന്നു. ഗർഭസമയത്ത് നീര് ഉണ്ടാവാൻ മെയിൻ ആയിട്ടുള്ള കാരണം ശരീരത്തിൽ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, കോർട്ടിസോൾ ഇങ്ങനത്തെ ഹോർമോണുകൾ കൂടുന്നത് കാരണമാണ്. ഇത് നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമല്ല. എന്നാൽ എന്താണ് ചെയ്യേണ്ടത്? നീര് വരുമ്പോഴേക്കും രോഗിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ശരീരത്തിന് ഹാർട്ടിനൊറ്റ പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു പേടി. അത് കാരണം ആദ്യം തന്നെ ഒരു ഡോക്ടറെ കാണുക. ഗർഭസമയത്ത് പ്രഷർ വരണതിൻ്റെ ഒരു മുന്നോടിയാവാം നീര്. അപ്പോൾ പ്രഷർ നോക്കുക. പ്രഷറിന് കുഴപ്പമില്ലെങ്കിൽ നീര് പേടിക്കാനില്ല അത്രയ്ക്ക്. നീര് കൂടുതലുണ്ടെങ്കിൽ കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ നോക്കാനുള്ള ചെറിയ ടെസ്റ്റുകൾ വേണമെങ്കിൽ ചെയ്യാം, ഒരുപാട് നീരുള്ള പേഷ്യൻസിന് മാത്രം. അതും കുഴപ്പമില്ലെങ്കിൽ പിന്നെ പേടിക്കണ്ട. വേറൊരു കാര്യം എന്താണ്, കാലിൽ ഒരു ഭാഗത്ത് മാത്രം കൂടുതലുണ്ടെങ്കിൽ അത് രക്തോട്ടം കുറഞ്ഞിട്ടുള്ള ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറഞ്ഞ രോഗത്തിൻ്റെ ആവാം. ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കുഴപ്പമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഗർഭസമയത്ത് സഹജമായിട്ടുണ്ടാവുന്ന ഒരു നീരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അത് കൂടുതലാണെങ്കിൽ മാത്രമേ നമ്മൾ പേടിക്കേണ്ടതുള്ളൂ. അപ്പോൾ അത് കാലുമ്പിൽ വരാം, ചിലപ്പോൾ മുഖത്ത് വരാം. മുഖത്ത് വരുമ്പോഴാണ് എല്ലാവർക്കും പേടിയാവണത്. പക്ഷെ അതും നോർമലായിട്ടുള്ള നീരിൻ്റെ ഒരു ഭാഗമായിട്ട് മുഖത്തും വരാം. കയ്യുമ്പിൽ വരാം. പൊതുവേ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സമയമാണ് ഗർഭസമയം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നീര് ഒരു 5-6 മാസം കഴിയുമ്പോഴേക്കും തുടങ്ങുന്നത്. അപ്പോൾ ഇതിനുള്ള പ്രതിവിധികൾ എന്തൊക്കെയാണ്? പ്രഷറൊന്നുമില്ല, കിഡ്നിക്ക് പ്രശ്നമില്ല എന്നെല്ലാം കണ്ടു കഴിഞ്ഞാൽ നിൽക്കുന്ന പ്രൊഫഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ നഴ്സുമാർ, ടീച്ചർമാർ കുറേ നേരം നിന്നിട്ടാണ് അവരൊക്കെ പണിയെടുക്കുന്നത്. ഇവരിടയ്ക്കിട്ടൊന്ന് നടന്ന് നോക്കാൻ ശ്രമിക്കണം. ഒരുപാട് കമ്പ്യൂട്ടറിൽ ഇരുന്നിട്ട് പണിയെടുക്കുന്ന ആൾക്കാർ ഏത് പ്രൊഫഷനിലാണെങ്കിലും കാല് തൂക്കിയിട്ടിരിക്കും. ഇങ്ങനത്തെ ആളുകൾ കാല് നീട്ടി വയ്ക്കാൻ ശ്രമിക്കണം. കിടക്കുമ്പോഴോ കിടന്ന് TV കാണുക ഒക്കെ ചെയ്യുകയാണെങ്കിലും കാല് ഒരു തലയിണമ്പിൽ പൊക്കി വെച്ചിട്ട് കാണാൻ നോക്കണം. അതേപോലെ കിടക്കുമ്പോൾ നമ്മളുടെ രക്തക്കൊഴലുകൾ കുട്ടിയുടെ വെയിറ്റ് കാരണം അമ്മയുടെ രക്തക്കൊഴലുകളുടെ മുകളിൽ യൂട്രസ് വരും. അപ്പോൾ ഈ നട്ടലിൻ്റെ മുകളിലാണ് ഈ രക്തക്കൊഴലുകൾ. അപ്പോൾ ഈ രക്തോട്ടം കുറയും. അത് കുറയ്ക്കാനായിട്ട് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കണം. അത് അധികം ലെഫ്റ്റ് സൈഡിലാണെങ്കിലാണ് കുറച്ചും കൂടി നല്ലത്. ഇതിനൊക്കെ പുറമെ നീളത്തിലുള്ള സ്റ്റോക്കിങ്സ്, മുട്ടിന് മീതയ്ക്ക് വരുന്ന സ്റ്റോക്കിങ്സ് ഉണ്ട്. അത് ഇട്ട് കഴിഞ്ഞാൽ രക്തോട്ടം ബെറ്റർ ആവാൻ ഉപകരിക്കും. അപ്പോൾ ഈ പൊസിഷൻസൊക്കെ എല്ലാം നല്ലതാണ്. മസാജ് നല്ലതാണ്. സ്വന്തമായിട്ട് വേറെ ആരെങ്കിലും ആയിട്ടോ ചെയ്തു തരികയാണെന്നുണ്ടെങ്കിൽ യൂസ്ഫുള്ളാണ്. നമുക്ക് ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് നേരം കാല് താത്തി വയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ ഇതിന് പുറമെ ഒരുപാട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നീര് പോകാൻ ഉപകരിക്കുക ചെയ്യുക. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ നീര് കിഡ്നി വഴി പോയിക്കൊണ്ടേ ഇരിക്കുക ചെയ്യുക. അത് നീര് കുറയ്ക്കും. അതേപോലെ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കണം ഈ നീരുള്ള ആൾക്കാർ. പൊതുവേ ഗർഭസമയത്ത് എല്ലാവരും ഉപ്പ് കുറയ്ക്കണം എന്നല്ല, നീരുള്ളവർ ഉപ്പ് കുറയ്ക്കണം. ഉപ്പ് ശരീരത്തിൽ വെള്ളത്തിനെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന ഒരു ധാതുവാണ്. നമ്മൾ പറയാറില്ലേ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുന്ന. അപ്പോൾ ശരീരത്തിൽ ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ അവിടെ വെള്ളവും പിടിച്ചു നിൽക്കും. അപ്പോൾ ഉപ്പുള്ള കാര്യങ്ങൾ, ചിപ്സ് ആയാലും അതെ, വറവ് സാധനങ്ങളായാലും അതെ, നമ്മുടെ നിസ്സാരമായിട്ടുള്ള ഉപ്പിലിട്ട മാങ്ങ, അച്ചാർ ഇങ്ങനത്തെ കാര്യങ്ങൾ അമിതമായിട്ട് കഴിക്കാൻ ഈ നീരുള്ളവർക്ക് പറ്റില്ല. അത് ചെയ്തു കഴിഞ്ഞാൽ ശരീരത്തിൽ വെള്ളം പിടിച്ചു നിൽക്കും. സോഡിയത്തിനെ എതിർക്കുന്നൊരു ധാതുവാണ് പൊട്ടാസ്യം. അതുള്ള ധാരാളം ഭക്ഷണങ്ങൾ കഴിക്കുക. ഒന്ന് നമ്മുടെ സ്വന്തമായിട്ടുള്ള നാളികേര വെള്ളം, ഇളനീർ വെള്ളം എല്ലാം ഇതിന് ഉപയോഗപ്രദമാണ്. നമ്മുടെ പഴം, ഓറഞ്ച്, മത്തങ്ങ ഇതെല്ലാം പൊട്ടാസ്യം കൂടുതലുള്ള ഐറ്റംസാണ്. അപ്പോൾ ഇതെല്ലാം നല്ലവണ്ണം കഴിക്കുക. ഗർഭസമയത്ത് നീര് ബാർലി വെള്ളം കൊണ്ട് കുറയുന്നത് ഞാൻ ഒരുപാട് പേഷ്യൻസിൽ കണ്ടിട്ടുണ്ട്. ഇതും ശ്രമിക്കാവുന്നതാണ്. ഈ ഹോം റെമഡീസ് എല്ലാം ചെയ്തിട്ട് മാറുന്നില്ലെങ്കിൽ ഡോക്ടറെ ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ഗുളികകൾ തരും. അത് വളരെ കുറച്ചേ കഴിക്കാൻ പറ്റുള്ളൂ. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഒരുപാട് സഹിക്കാൻ വയ്യാത്ത നീര് വരുമ്പോഴാണ് ഇതൊക്കെ ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് മരുന്ന് കഴിച്ചാൽ ഈ മരുന്നുകൾ തന്നെ പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറയ്ക്കും. അത് കാരണമാണ് എല്ലാവർക്കും മരുന്ന് കൊടുക്കാത്തത്. അപ്പോൾ
ചുരുക്കത്തിൽ പറഞ്ഞാൽ നീര് ഗർഭസമയത്ത് ഉണ്ടാവുന്നത് ഹോർമോൺസ് കാരണമാണ്. അത് പേടിക്കേണ്ടതല്ല. ഹോം റെമഡീസ് മാറുന്നില്ലെങ്കിൽ ചെറുതായിട്ട് ഗുളിക കഴിക്കാവുന്നതാണ്. നീര് പ്രഷറിൻ്റെയോ കിഡ്നിയുടെ പ്രോബ്ലത്തിൻ്റെയോ ആണോ എന്ന് നോക്കണതും ആവശ്യമാണ്. അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഗർഭം സുഗമമായിട്ട് മുന്നോട്ട് പോകും, അമ്മയ്ക്കും കുട്ടിക്കും ദോഷമില്ലാത്ത രീതിയിൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. നന്ദി, നമസ്കാരം.